രോഗമുക്തമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്കു വേണ്ടിയാണ്. അല്ലേ? എന്തിനാ ദാമ്പത്യം? എന്തിനാ കുടുംബം? എന്തിനാ കരാറ്? എന്തിനാ രണ്ട് സാക്ഷികൾ? എന്തിനാ ഒപ്പുവെക്കുന്നത്? ഇതൊക്കെ ഒരു വലിയ ബാധ്യത ഏറ്റെടുക്കലല്ലേ? രോഗമുക്തമായ പ്രിയപ്പെട്ടവരെ, ആ പ്രയോഗം നിങ്ങൾ അടിവരയിടണം. രോഗമുക്തമായ ഒരു സമൂഹത്തിന്റെ നിർമ്മിതിക്കു വേണ്ടിയാണ് അല്ലാഹു തആല മനുഷ്യരോട് ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞത്. അല്ലേ? അമേരിക്കയിൽ 40%, അമേരിക്കയുടെ ചില പ്രദേശങ്ങൾ നടത്തിയ സർവേയിൽ 40% ആളുകൾ എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾക്ക് വിധേയമായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് കടന്നു വരുന്നത്. അല്ലേ? എയ്ഡ്സ് മാത്രമല്ല, ഗണേറിയ പോലെ, സിഫിലിസ് പോലെ, ഇല്ലേ പ്രിയപ്പെട്ടവരെ, മങ്കി പോക്സ് പോലെ എത്രയെത്ര രോഗങ്ങളാണ് ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാത്തതിന്റെ പേരിൽ ലോകത്തിന്റെ മുമ്പിൽ കടന്നു വന്നിട്ടുള്ളത്. അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ടു പോവുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലെ സ്ത്രീകളുടെ അവരോട് മാത്രം നടത്തിയ ചില സർവേയിൽ അവർ ലോകത്തോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കൊരു ഭർത്താവിന്റെ കീഴിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കാതെ, ഞങ്ങൾ അടിമയായി പോകുമെന്ന തോന്നലിൽ ഞങ്ങൾ അവരിൽ നിന്ന് പിന്മാറി. ഞങ്ങൾക്ക് തൊഴിലുണ്ട്, ഞങ്ങൾക്ക് സാലറി ഉണ്ട്, ഞങ്ങൾക്ക് ജീവിതമാർഗങ്ങളുണ്ട്, പിന്നെ എന്തിനാണ് ഒരു പുരുഷന്റെ കീഴിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ദാമ്പത്യത്തിൽ നിന്നും വൈവാഹിക രംഗത്ത് നിന്നും പിന്മാറിയവരായിരുന്നു ഞങ്ങൾ. ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് കടന്നുപോയാൽ കാണാൻ പറ്റും. എന്തിനാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ദാമ്പത്യം? ഒരാളുടെ കീഴിൽ ഞങ്ങൾ എന്തിനാണ് അങ്ങനെ ജീവിക്കുന്നത്? അതൊരു അടിമയാകുന്നതിന് തുല്യമാണ് എന്ന് വാദിച്ചിരുന്നു അവർ. പക്ഷേ ഇന്ന് അവർ യൂട്ടേൺ എടുക്കുകയാണ്. അവർ പറയുന്നു, ഒരു പുരുഷന്റെ കീഴിൽ, ആ ഭർത്താവിന്റെ കീഴിൽ വളരെ മാന്യയായി ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് യൂട്ടേൺ അടിച്ചുകൊണ്ട് അവർ ലോകത്തോട് വിളിച്ചു പറയുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ പല സ്ത്രീകളും. പക്ഷേ അവർ പുറങ്കാലുകൊണ്ട് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞതിനെ, തട്ടിമാറ്റിയതിനെ, അത് വാരി പുണരാൻ ശ്രമിക്കുന്ന ഒരു ദയനീയമായ രംഗമാണ് നമുക്ക് നമ്മുടെ നാടിന്റെ ചുറ്റുഭാഗത്തും നമ്മുടെ രാജ്യത്തുമൊക്കെ കാണാൻ സാധിക്കുന്നത്.